കുംഭൽഗഡ് കോട്ടയും വൻമതിലും കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ജോധ്പൂരിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 4 മണിക്കൂർ സമയമെടുക്കും ജോധ്പൂരിലെത്തുവാൻ. ഇപ്പോൾ നഡോൾ എന്ന ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പ്രധാന ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഗ്രാമത്തിലെ ഒരു മൺപാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അത്രയ്ക്ക് സുഖകരമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഗ്രാമീണ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഈ സഞ്ചാരം എനിക്കിഷ്ടമായി. പ്രധാന ഹൈവേയിലൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല. വിറകും വെള്ളവും ശേഖരിച്ച് സ്ത്രീകൾ നടന്നു പോകുന്ന ഉത്തരേന്ത്യൻ കാഴ്ചകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും കാണാം. ജോധ്പൂരിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഹൈവേക്ക് സമീപമായി ഒരു പ്രത്യേക ക്ഷേത്രമുണ്ടെന്ന് ജിതേന്ദ്രഭായ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഓംബന എന്ന പേരുള്ള ഒരു യുവാവ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അപകടത്തിൽ മരിച്ചിരുന്നു. പോലീസുകാർ ബുള്ളറ്റ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ബുള്ളറ്റ് അവിടെ നിന്നും അപ്രത്യക്ഷമായി പഴയ അപകടം നടന്ന സ്ഥലത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ നാട്ടിലതൊരു പ്രേത കഥയായി പരന്നു തുടങ്ങി. രാത്രികാലങ്ങളിൽ അതുവഴി ആരും സഞ്ചരിക്കാതെയായി. കഥയറിയാതെ അതുവഴി പോകുന്ന പലരും മദ്യം ചോദിക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓംബന ഒരു ദൈവമായി മാറി. അദ്ദേഹത്തിന്റെ ബുള്ളറ്റും അവർ ആരാധിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലാവരും അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഓംബനയ്ക്ക് പ്രസാദമായി മദ്യവും ബിയറുമൊക്കെ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ബുള്ളറ്റ് അവിടെ ഒരു ചില്ലുകൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര വിചിത്രമായ ആചാരങ്ങളല്ലേ. ജോധ്പൂർ നഗരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരം ഇരുട്ടി തുടങ്ങി. നഗരത്തിൽ താമസിക്കുന്നതിന് പകരം ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഗൂഗിളിൽ നോക്കി ഒരു കോട്ടേജ് കണ്ടുപിടിച്ചു. രാജസ്ഥാനിലെ ഗ്രാമീണ റോഡുകളും സ്ഥലങ്ങളും കണ്ട് ഞങ്ങൾ ആ കോട്ടേജിലേക്കുള്ള യാത്ര തുടർന്നു.